ആരാധന യോഗത്തെ തുടർന്ന് പ്രിയ ജോൺസണും റനിക്കും ദൈവം ദാനമായിട്ട് നൽകിയ മോളുടെ സമർപ്പണ പ്രാർത്ഥന ശുശ്രൂഷയായിട്ട് ഇങ്ങനെ ആലയത്തിൽ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നൽകി തരുന്നത് മഹാദൈവമാണ്. വിശുദ്ധ ബൈബിൾ വീക്ഷണത്തിൽ നമ്മൾ എടുക്കുമ്പോൾ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നാം ദൈവത്തിൻ്റെ ദാനമാണ്. എന്താ തെളിവ്? യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ശമരിയക്കാരത്തിയായ സഹോദരിയോട് യേശു പറഞ്ഞു, നീ ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പൊ എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ ദാനമാണ്. കുടുംബജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ദൈവം മക്കളെ നൽകുന്ന ആ മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ ദാനമല്ലാത്തതൊന്നും നമ്മൾ അനുഭവിക്കുന്നില്ല. ഈ ചിന്ത എവിടെ നിന്നാണ് കിട്ടുന്നത്? വിശുദ്ധ ബൈബിളിൽ നിന്നാണ്. എന്നാൽ വേദപുസ്തകത്തിന് പ്രാധാന്യത കൊടുക്കാൻ കഴിയാത്ത ആളുകൾ അവരവരുടെ സ്വന്തം ഇഷ്ടത്തിലൂടെ സ്വന്തം തീരുമാനങ്ങളിലൂടെ മുന്നോട്ട് പോകും. എന്നാൽ ബൈബിൾ ക്രമീകൃതമായി മനസ്സിലാക്കുന്ന ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും പരാമർശിക്കുന്ന സന്ദേശങ്ങൾ ബൈബിളിൽ നിന്ന് തിരിച്ചറിയുന്ന ഒരു ക്രിസ്തു വിശ്വാസിക്ക് പറയാൻ കഴിയും, സകലവും ദൈവത്തിന്റെ ദാനമാണ്. സകലവും ദൈവത്തിന്റെ ദാനമാണ്. വിശുദ്ധ ബൈബിളിൽ പഴയ തിരുവെഴുത്തുകളിലും പുതിയ തിരുവെഴുത്തുകളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പഴയ തിരുവെഴുത്തുകളിൽ നവജാത ശിശുക്കളെ നിശ്ചിത ദിവസം ആകുമ്പോൾ മോശയുടെ ന്യായപ്രമാണ പ്രകാരം ശുദ്ധീകരണത്തിനുള്ള യാഗവസ്തുക്കളുമായിട്ട് ആലയത്തിലേക്ക് കൊണ്ടുചെല്ലും. ലേവ്യ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് യഹോവന് ദൈവം കൊടുത്ത പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു നിബന്ധന വെച്ചത്? ഓരോ യഹൂദ കുടുംബങ്ങളിലും തലമുറയെ നൽകുന്നത് യഹോവയായ ദൈവമാണ്. യഹോവയായ ദൈവമാണ്. അതുകൊണ്ട് ഒരു കുഞ്ഞുണ്ടായി, ഒരു കുട്ടിയുണ്ടായി, നിശ്ചിത ദിവസം കഴിയുമ്പോൾ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയപ്പെട്ട് ആ കുഞ്ഞിനെ ആലയത്തിലേക്ക് കൊണ്ടുവരികയും ദൈവം വെച്ചിരിക്കുന്ന പ്രമാണത്തിനനുസരിച്ച് യാഗങ്ങൾ, വഴിപാടുകൾ നടത്തി അതിന്റെ ശുദ്ധീകരണ പ്രാർത്ഥനയായി, സമർപ്പണമായി ദൈവസന്നിധിയിൽ അങ്ങനെ ഒരു ക്രമമുണ്ടായിരുന്നില്ലെന്ന് വിശുദ്ധ ബൈബിളിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മോശയുടെ നയപ്രമാണത്തിന്റെ പിന്തുടർച്ചയായിട്ടുള്ള ഒരു ശുദ്ധീകരണ ക്രമമല്ല പുതിയ നിയമ വീക്ഷണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയോടനുബന്ധമായി ശിശുക്കളെ അവരുടെ മാതാപിതാക്കന്മാരോ അവരുടെ ഉത്തരവാദിത്വപ്പെട്ടവരോ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. എന്തിനാണ് യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നത്? വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, ആ കുഞ്ഞുങ്ങളുടെ ശിരസിന്മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ. അപ്പോൾ പഴയ നിയമത്തിന്റെ ക്രമവും പുതിയ നിയമത്തിന്റെ ക്രമവും രണ്ടും രണ്ടാണ്. പഴയ നിയമത്തിന്റെ ക്രമം വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. കൊച്ചിനെ ആലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ യാഗാർപ്പണ വസ്തുക്കളുമായിട്ട് വരണം. അതൊരു ഭാരിച്ച ചെലവേറിയതാണ്. പക്ഷെ അത് ചെലവായിട്ട് കാണാതെ അന്നത്തെ ദൈവത്തിന്റെ വ്യവസ്ഥകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് എല്ലാ യഹൂദ കുടുംബങ്ങളും അതിന് തയ്യാറായി. വിശദമായിട്ട് നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കിയാൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഭൂമിയിലേക്ക് വന്നപ്പോൾ വിശുദ്ധ ലൂക്കോസ് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. യേശു ഒരു നവജാത ശിശുവായിരുന്നപ്പോൾ അമ്മയപ്പന്മാർ മോശയുടെ ശുദ്ധീകരണ നിയമമനുസരിച്ച് യേശുവിനെ ആലയത്തിലേക്ക് കൊണ്ടുചെന്ന് ആ യഹൂദ മര്യാദ പ്രകാരമുള്ള ശുദ്ധീകരണ ക്രമപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ പിന്നീട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ യേശുവാകട്ടെ
അപ്പോസ്തലന്മാരാകട്ടെ ഈ മോശയുടെ ന്യായപ്രമാണമുള്ള ശുദ്ധീകരണ ക്രിയകൾക്ക് വിധേയപ്പെടാതെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ പ്രിയ പൈതലിനോടുള്ള ബന്ധത്തിൽ അല്പസമയം കൂടെ കഴിയുമ്പോൾ ദൈവം ദാനമായിട്ട് നൽകിയ മാതാപിതാക്കന്മാർ ആ കുഞ്ഞിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു സ്തോത്ര പ്രാർത്ഥനയായി, ഒരു നന്ദി നിറഞ്ഞ പ്രാർത്ഥനയായി. ആ പ്രാർത്ഥനാ സന്ദർഭത്തിൽ ഓർക്കും ആ കുഞ്ഞുരുവായ സമയം മുതൽ അവർ പിന്നിട്ട സാഹചര്യങ്ങൾ. ജോൺസന്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ പറഞ്ഞല്ലോ, വളരെ വേദനാജനകമായ സാഹചര്യങ്ങളിലൂടെ ഇറങ്ങി കടന്നുപോയി ശരീര സംബന്ധമായി. ആ സമയത്തെല്ലാം സൗഹൃദങ്ങൾക്ക് ഇവിടെ അറിയുകയും സഭയായി പ്രാർത്ഥിക്കുകയും സ്ഥലപ്പടത്തുള്ള ദൈവമക്കൾ പ്രാർത്ഥിക്കുകയും അറിയാവുന്ന എല്ലാ ഇടങ്ങളിലും അനേകരും പ്രാർത്ഥിച്ചു. പക്ഷേ അത്ഭുതകരമായ ദൈവത്തിന്റെ വിടുതൽ അനുഭവിച്ചറിയാൻ കഴിയായിരുന്നു. അതെല്ലാം ഈ സമയം നന്ദിയോടെ ഓർക്കുകയാണ്. ഇവിടം വരെ കൊണ്ടുവന്നത് ദൈവത്തിന്റെ മഹാകരുണയാണ്, ദൈവത്തിന്റെ മഹാദയയാണ്, ദൈവത്തിന്റെ മഹാവിശ്വസ്തതയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ഓർക്കുക, തലമുറ ദൈവത്തിന്റെ ദാനമാണ്. എല്ലാ സമർപ്പണ പ്രാർത്ഥനാ ശുശ്രൂഷകളിലും നമ്മളത് ഓർക്കുകയും ധ്യാനിക്കുകയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നതാണ്. എല്ലാ കുഞ്ഞുങ്ങളും ദൈവത്തിന്റെ ദാനമാണ്. കർത്താവിന്റെ സ്തോത്രം. ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങളും വായിച്ച് പറയാനായിട്ട് സമയത്തിന്റെ പരിധിയുണ്ട്. പക്ഷേ ചുരുക്കം ചില കാര്യങ്ങൾ ഞാൻ പറയാം. ദൈവം ദാനമായിട്ട് നൽകുന്ന ഈ മക്കളോടുള്ള ബന്ധത്തിൽ എല്ലാ മാതാപിതാക്കന്മാർക്കും അതിൻ്റെതായിരിക്കുന്ന ഉത്തരവാദിത്വമുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. എല്ലാ മാതാപിതാക്കന്മാർക്കും ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നന്നായി മനസ്സിലാക്കി ദൈവകരങ്ങളിൽ ഓരോ കുട്ടികളെയും സമർപ്പിച്ച് അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനായിടയായിത്തീരും. ഇന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ആഗ്രഹത്തോടുകൂടെ ആയിരിക്കുന്ന കുഞ്ഞിനോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം, പ്രിയ സഹോദരന്റെ കുടുംബം പ്രാർത്ഥനയിൽ വളരെയധികം മുമ്പിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ്. ഒരു പുതിയ ആശയമായിട്ടല്ല അത് നിൽക്കുന്നത് എങ്കിൽ തന്നെയും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളും അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ വളരെ പരിചിതമായി എപ്പോഴും നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ തലമുറയോടുള്ള ബന്ധത്തിൽ ഇയ്യോബിന്റെ പ്രാർത്ഥനയും ആരാധനയും ദൈവത്തിന്റെ ആത്മാവോട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നെടുത്തവർ വായിച്ച് ഇയ്യോബിന്റെ പുസ്തകം. എന്നാൽ വിരുന്നുനാള് വട്ടം തിരിയുമ്പോൾ ഇയ്യോബിന്റെ ഭവനത്തോടുള്ള ബന്ധത്തിൽ കൂടെ കൂടെ എന്തുണ്ട്? വിരുന്ന് നാളുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. സന്തോഷകരമായ ഭക്ഷണ വിഭവങ്ങൾ അവർ നന്നായി കഴിക്കുന്നവരാണ്. പ്രത്യേക ദിവസങ്ങൾ അതിനു വേണ്ടിയുണ്ട്, സന്തോഷത്തിന്റെ ദിവസങ്ങളുണ്ട്. പക്ഷേ ആ സന്തോഷത്തിന്റെ ദിവസങ്ങൾ വരുമ്പോൾ ആ സന്തോഷ ദിവസം അനുഗ്രഹകരമാകാൻ വേണ്ടി പലപ്പോഴും നമ്മളൊക്കെ പ്രാർത്ഥിക്കൂല്ലേ? എന്നാൽ ഇയ്യോബിനെ അപേക്ഷിച്ചിടത്തോളം വിരുന്നു ദിവസം അനുഗ്രഹകരമാകാൻ വേണ്ടിയോ വിരുന്നിനോടുള്ള ബന്ധത്തിൽ ഒരുക്കിയിരിക്കുന്ന വിരുന്ന് വിഭവങ്ങൾ നല്ലതായി തീരാൻ വേണ്ടിയോ ക്ഷണിക്കപ്പെട്ട എല്ലാ അതിഥികളും കൃത്യസമയത്ത് വന്നു ചേരാൻ വേണ്ടിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പ്രാർത്ഥനയും ഇയ്യോബ് നടത്തുന്നില്ല. ഇയ്യോബ് നടത്തുന്ന ഒറ്റ പ്രാർത്ഥന ഇതേ ഉള്ളൂ. എന്താണെന്നറിയാമോ? തങ്ങളുടെ മക്കൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. പരിശുദ്ധാത്മാവിടെ വെളിപ്പെടുത്തുന്ന സന്ദേശം ഇതാണ്. ഇയ്യോബിനെ അപേക്ഷിച്ചിടത്തോളം ഇയ്യോബിന് വിരുന്നല്ല വലുത്, പിള്ളേര് ദൈവകൃപയിൽ നിൽക്കുക എന്നുള്ളതാ വലുത്. ചാപ്പാട് കഴിക്കുന്നതും ചായ കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം മാറിയും മറിഞ്ഞും വരും. ഇതൊക്കെ വേണ്ടാന്നുള്ളതല്ല. ജീവിതത്തിന്റെയും കുടുംബ ജീവിതത്തിന്റെയും പൊതു ചടങ്ങിനോടുള്ള ബന്ധത്തിലും ഇന്നും ഈ കുടുംബം
സന്തോഷകരമായ ഭക്ഷണം, വിഭവസമൃദ്ധമായ ഭക്ഷണം അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതിലെല്ലാം ഉപരിയായി ഒരു ക്രിസ്തു വിശ്വാസിയെ അപേക്ഷിച്ചിടത്തോളം തലമുറ, അവർ വരുന്ന പിൻതലമുറ അനുഗ്രഹിക്കപ്പെട്ടവരായി ദൈവസന്നിധിയിൽ നിലനിൽക്കണം. അതിനു വേണ്ടിയാണ് പ്രഥമ പരിഗണന കൊടുക്കേണ്ടത്. അപ്പൊ ഇയ്യോബിന്റെ പ്രാർത്ഥന എന്തിനു വേണ്ടിയായിരുന്നു? മക്കൾ പാപം ചെയ്യാതെ ദൈവസന്നിധിയിൽ നിലനിൽക്കണം. ഇനി അറിഞ്ഞോ അറിയാതെയോ അവർ ഏതെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ദൈവമേ അവരോട് പൊറുക്കണം. ചടങ്ങുകൾ കൊഴിപ്പിക്കപ്പെടുവാൻ വേണ്ടിയോ ഭൗതിക തലങ്ങളിലെ അതിപ്രസരണത്തിന് വേണ്ടിയോ ഉള്ള പ്രാർത്ഥനയല്ല. പ്രാർത്ഥിക്കോ പ്രാർത്ഥിക്കാതിരിക്കോ അത് നമ്മുടെ ഉത്തരവാദിത്വം, നല്ലതാണ്. പക്ഷെ എന്നാൽ അമിതമായി ഓരോ കുടുംബങ്ങളും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഇതാണ്. യേശു പോലും പറഞ്ഞൊരു കാര്യം ഇതാണ്: യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി അറിയണ്ട. നമ്മുടെ അരുമനാഥനായിരിക്കുന്ന കർത്താവ് തന്റെ പീഡാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് യെരൂശലേമിന്റെ തെരുവിലൂടെ ഭാരമേറി കുരിശുകൾ വഹിച്ചുകൊണ്ട് പോകുമ്പോൾ കരളലിയിക്കുന്ന ഒരു കാഴ്ചയാണ്. കരുണയുള്ള അനുകമ്പയുള്ള യെരൂശലേം പുത്രിമാർക്ക് അത് കണ്ടിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എവിടെയും കരയുന്നത് സഹോദരിമാരാണ് ഒന്നാം സ്ഥാനത്ത്, അല്ലെ? ദുഃഖം ഏറ്റവും കൂടുതൽ പുരുഷന്മാരെക്കാളും പെട്ടെന്ന് ദുഃഖം വരുന്നത് സ്ത്രീകൾക്കാണ്. പുരുഷൻ കരയുന്നതിന് മുമ്പേ വേഗത്തിൽ കരയുന്നത് സ്ത്രീയാണ്. എല്ലാ മേഖലയിലും അങ്ങനെയാണ്. അനുകമ്പ, ദയ, കരുണ, സഹാനുഭൂതി ഇതെല്ലാം സ്ത്രീകളിലാണ് പുരുഷന്മാരെക്കാളും കൂടുതൽ വരുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ പലസ്തീൻ നാട്ടിലെ അനുകമ്പയുള്ള കരുണയുള്ള സ്ത്രീകൾ യേശുക്രിസ്തുവിന്റെ പോക്ക് കണ്ടപ്പോൾ യേശുക്രിസ്തുവിന്റെ ശാരീരികമായ പരിമിതികളും അവശതകളും കണ്ടു കഴിഞ്ഞപ്പോൾ അവരൊരു കാര്യം മനസ്സിലായി: ഇത് ഇതെങ്ങനെയാണ്? ഇത് മരണത്തിലേക്കുള്ള ഒരു പോക്കാണല്ലോ, ഇത് വേദനയിലേക്കുള്ള ഒരു പോക്കാണല്ലോ. എന്നാൽ കർത്താവായ യേശു പറഞ്ഞൊരു കാര്യം ഇതാണ്: യെരൂശലേം പുത്രിമാരെ, എന്റെ വേദന കണ്ട് നിങ്ങൾക്ക് അറിയണ്ട. ഇത് മരണത്തിലേക്കുള്ള പോക്കല്ല, ഇത് നിത്യജീവനിലേക്കുള്ള പോക്കാണ്. അത് ഞാൻ വായിച്ചു പറയുന്നതാ. പക്ഷെ അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്: എനിക്ക് ദുഃഖം തന്ന, എനിക്ക് ഈ വേദന തന്ന നിങ്ങളുടെ മക്കളുണ്ടല്ലോ, അവരെ ഓർത്താണ് നിങ്ങൾ കരയേണ്ടത്. പക്ഷെ നമ്മളോട് വായിക്കുമ്പോൾ യെരൂശലേം പുത്രിമാര് കരഞ്ഞില്ല. യെരൂശലേം പുത്രിമാര് മാറി തലമുറയ്ക്ക് വേണ്ടി കരയാൻ തയ്യാറായില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 40 വർഷം തികയുന്നതിന് മുമ്പ് AD 70 യെരൂശലേം നശിപ്പിക്കപ്പെട്ടു. ആലയം നശിപ്പിക്കപ്പെട്ടു, കുടുംബങ്ങൾ നശിപ്പിക്കപ്പെട്ടു, യഹൂദൻ ചിതറി. ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും യഹൂദൻ പരദേശ പ്രയാണം ചെയ്തു. അങ്ങനെ വന്ന് ഇവിടെ മട്ടാഞ്ചേരിയിലും വന്നു, കൊടുങ്ങല്ലൂരും വന്നു. ലോകത്തിലെ എല്ലാ തീരദേശ പ്രദേശങ്ങളിലും, കടലും കായലുമായി ബന്ധപ്പെട്ട എല്ലാ തീരദേശ പ്രദേശങ്ങളിലേക്കും യഹൂദൻ ചിതറിപ്പോയി. രണ്ടാം ലോക മഹായുദ്ധത്തോടുള്ള ബന്ധത്തിലാണ് യഹൂദന് വീണ്ടും രാജ്യം പുനഃസ്ഥാപിക്കപ്പെട്ട് കിട്ടുന്നത്. ഏകദേശം 1900 വർഷം യഹൂദൻ പ്രവാസികളും പരദേശികളുമായി ചിതറപ്പെട്ടു പോയി. എന്തുകൊണ്ടാണെന്നറിയാമോ? തലമുറയെ ഓർത്ത് കരയണമെന്നുള്ള യേശുക്രിസ്തുവിന്റെ ആഹ്വാനം അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞില്ല. ഇന്ന് ദൈവസന്നിധിയിൽ വന്നുചേർന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളും ഓർക്കുക. ദൈവത്തിന് സ്തോത്രം. ഈ പ്രിയ കുഞ്ഞിന്റെ സമർപ്പണ പ്രാർത്ഥന ശുശ്രൂഷയായി ഇവിടെ നമ്മളായിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ വളർന്നു വരുന്ന, വിവിധ പ്രായപരിധിയിൽ വരുന്ന ഓരോ മക്കളെയും ഓർത്ത് ഓരോ മാതാപിതാക്കന്മാരും ദൈവസന്നിധിയിൽ കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിപ്പാനിടയായി തീരണം. എത്ര പേർക്ക് അതിനോട് യോജിക്കുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ മോൻ കല്യാണം കഴിച്ചു, ഇനി വേണ്ടി അവൻ പ്രാർത്ഥിച്ചോളും. അല്ലെങ്കിൽ എനിക്ക് കൊച്ചുമക്കളായി, ഇനി അവൻ വേണ്ടി പ്രാർത്ഥിച്ചോളും. മോന്റെ പിള്ളേരുടെ കല്യാണം നടന്നു, ഇനി അവൻ വേണ്ടി പ്രാർത്ഥിച്ചോളും. അല്ല, ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം ഓരോ മാതാപിതാക്കന്മാർക്കും അവർ തലമുറയോർത്ത് പ്രാർത്ഥിക്കാൻ അവർ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അതിപ്രധാനമായ പ്രാർത്ഥന വിഷയമായിരിക്കണം തലമുറ ദൈവീക ബന്ധത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട്, അവർ ഉന്നതമായ മൂല്യങ്ങളിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട്, അവർ നല്ല സ്വഭാവത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട്, അവർ ആരാധനയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി. ഒന്നുകൂടെ പറഞ്ഞാൽ അവർ പള്ളി പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അവർ ആരാധനയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി. ഞാൻ പള്ളി എന്ന് പറഞ്ഞിരിക്കുന്നത് വിവിധ ഇതൊരു പള്ളിയാണ്. എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി പണിയേൽപ്പിക്കപ്പെട്ടത് എപ്പോഴും പറയാറുള്ളൂ, ഇതൊരു ആരാധനാലയമാണ്. നാട്ടിൽ ക്രിസ്ത്യൻ പല വിഭാഗങ്ങളുണ്ട്. നാം എല്ലാവരും കൂടെ കൂടി വരുന്ന ദൈവമക്കൾ എന്നാണ് ക്രിസ്ത്യൻ പെന്തിക്കോസാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഈ ആരാധനാലയമാണ്.
അങ്ങനെ ഓരോ വിഭാഗത്തിൽ പെട്ടിരിക്കുന്ന ആളുകളുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഏത് വിഭാഗമായാലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കണം. അവരവരുടെ ആരാധനാലയങ്ങളിൽ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം. പരിശുദ്ധാത്മാവ് ഈ ഇയ്യോബിന്റെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: നന്നാ രാവിലെ അതിരാവിലെ തലമുറയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ആത്മാവിൽ പ്രാർത്ഥിപ്പാനായിടയായിത്തീരും. ഞാൻ രണ്ട് ചരിത്രപരമായിരിക്കുന്ന ഭാഗങ്ങളുടെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വായിച്ച് കേൾപ്പിച്ച് ഞാൻ വേഗത്തിൽ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഇനി യോശുവയുടെ പുസ്തകത്തിൽ നിന്നാണ്. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 6ഉം 7ഉം വാക്യങ്ങളും അതിന്റെ 21-ാമത്തെ വാക്യവും വായിക്കുമ്പോൾ മക്കൾക്ക്, തലമുറയ്ക്ക് മാതാപിതാക്കന്മാർ ദൈവത്തിന്റെ വചനം പകർന്നു കൊടുക്കണമെന്ന് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്ന് വായിച്ച്. നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപ്പെട്ടകത്തിന്റെ മുമ്പിൽ രണ്ടായി പിരിഞ്ഞു എന്ന് അവരോട് പറയണം. 21-ാമത്തെ വാക്യം കൂടെ. 21-ാമത്തെ വാക്യം. രണ്ടു പ്രാവശ്യം ആവർത്തിച്ച് അവിടെ പറയുകയാണ്. എന്താണ് അവിടെ പറയുന്നത്? നിങ്ങൾ അനുഭവിച്ച ദൈവപ്രവൃത്തിയെ കുറിച്ച് നിങ്ങളുടെ മക്കളോട് പറയണം. ദൈവത്തിന്റെ വചനം മക്കളോട് പങ്കുവയ്ക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ചെറുപ്രായത്തിൽ ഞാൻ സാധാരണ പറയാറുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എന്റെ ശുശ്രൂഷകളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു വീട്ടിലെ കൊച്ചിന്റെ ഏറ്റവും നല്ല പാസ്റ്റർ ആരാണെന്ന് അറിയാമോ? ആരാ? അവന്റെ അപ്പന. സഭയുടെ പാസ്റ്റർ അല്ല. സഭയുടെ പാസ്റ്റർ മാറി മറിഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു വീട്ടിൽ വളർന്നു വരുന്ന മകന്റെയോ മകളുടെയോ രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച ഒരു കുടുംബത്തിൽ വളർന്നു വരുന്ന, കുടുംബമായി വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു മകന്റെ മകളുടെ ഏറ്റവും നല്ല പാസ്റ്റർ എന്ന് പറയുന്നത് അവന്റെ അപ്പനാണ്, അവന്റെ അമ്മയാണ്. എത്ര പേർക്കാണ് തോന്നിയോ? ഏറ്റവും നല്ല സഭ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? വീടാണ് സഭ. നമ്മുടെ ഒന്നാമത്തെ സഭ എന്ന് പറയുന്നത് വീടാണ്. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ചേരുന്ന ആ ഒരു കൂട്ടമുണ്ടല്ലോ, ആ ഒരു കൂട്ടമുണ്ട്. എല്ലാ ദിവസമുള്ള സന്ധ്യാപ്രാർത്ഥന ഒരു കൂട്ടായ്മയാണ്. എല്ലാ ദിവസമുള്ള പ്രഭാത പ്രാർത്ഥന ഒരു കൂട്ടായ്മയാണ്. ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുമ്പോൾ ഓർക്കുക, ദൈവവചനത്തിന് നിരക്കാത്തതൊന്നും പറഞ്ഞു പോകരുത്. തലമുറയ്ക്ക് എന്ത് പകർന്നു കൊടുക്കാനായിട്ട് കഴിയണം? ദൈവവചനം പകർന്നു കൊടുക്കുവാനായിട്ട് കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന എന്റെ സഭയാണ് നാട്ടിലെ ഏറ്റവും വലിയ സഭ, ഏറ്റവും നല്ല സഭ. നല്ല കാര്യമാണെന്നാൽ നാം നമ്മോട് തന്നെ പറയണം, എന്റെ വീടായിരിക്കണം ഏറ്റവും നല്ല സഭ. പ്രൈസ് ദി ലോർഡ്. എന്താ സഭ? ഇംഗ്ലീഷ് എന്ന വാക്കിനർത്ഥം എന്താ? വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. ഒരു വീടിനെ നമ്മൾ കണ്ട് അപ്പൻ, അമ്മ, മക്കൾ, ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. പല കുടുംബങ്ങൾ ചേരുന്ന, ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട പല കുടുംബങ്ങൾ കയറി വരുന്ന ആണ് ദൈവസഭ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഏറ്റവും നല്ല സഭ നമ്മുടെ വീടാണ്. ഏറ്റവും നല്ല പാസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ അപ്പനും അമ്മയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് തലമുറയെ ഓർത്ത് ദൈവസന്നിധിയിൽ സമർപ്പിതരായി മുന്നോട്ട് പോകണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയാരാണ്? ആരാ? നീ ഭാഷ കണ്ടുപിടിച്ചോ? നീ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ടുപിടിച്ചോ? നീ അയൽവക്കത്തെ ചട്ടിക്കുഞ്ഞിനെ പോയി കണ്ടുപിടിച്ചോ? അല്ല. ആരെ കണ്ടാ പഠിക്കുന്നത്? അപ്പനെയും അമ്മേനെ കണ്ടാന്നേ പഠിക്കുന്നത്. എന്നെ കണ്ടുപിടിക്കണോ? ഞാൻ ജന്മം തന്നു, തീറ്റ തന്നേക്കാം. അല്ല. ജന്മം കൊടുക്കുക, തീറ്റ കൊടുക്കുക, സംരക്ഷണം കൊടുക്കുക, ഇത് മാത്രമല്ല അപ്പന്റെ അമ്മയുടെ ഉത്തരവാദിത്വം. എത്രമാത്രം മാതൃകയോടുകൂടി ആ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ജീവിപ്പാനായിട്ട് കഴിയുമോ? ഓരോ മാതാപിതാക്കന്മാരും ഓർക്കണം, ഞാനാണ് എന്റെ കുട്ടിയുടെ, എന്റെ മകന്റെ, എന്റെ മകളുടെ ഏറ്റവും നല്ല മാതൃക. എന്നിൽ വരുന്ന ഓരോ പോരായ്മകളും
ഞാൻ ചിന്തിക്കുന്നതിനേക്കാളും ഞാൻ ഉൾക്കൊള്ളുന്നതിനേക്കാളും അധികമായിട്ട് എന്റെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് നമ്മൾ നന്നായിട്ട് ഓർത്തോളണം. അതുകൊണ്ടാണല്ലോ എപ്പോഴെങ്കിലും ഒക്കെ തിരിച്ചു പറയുന്നത്, അങ്ങനെ കൂടുതൽ കളിക്കണ്ടെന്നൊക്കെ ചില സമയത്ത് ചില വീടുകളിൽ പറയുന്നതിന്റെ കാരണം എന്താ പറയാമോ? ഇങ്ങനെ കൂടുതൽ കളിക്കണ്ട, മിണ്ടരുത് എന്നൊക്കെ എല്ലാ വീട്ടിലുമല്ല, ചില വീടുകളിലൊക്കെ പറഞ്ഞ് വിരൽ ചൂണ്ടുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇവനും ഇവളും ഇത് നാളുകളായി കണ്ടു കേട്ടോണ്ടിരിക്കുകയാണ്. പിന്നെ ഏതെങ്കിലും ഒരു സമയത്താണ് സ്ഫോടനാത്മകമായ ഒരു പൊട്ടിത്തെറി വരുന്നത്. അപ്പോഴാണ് ഇവന്റെ ഉള്ളിലിരിക്കുന്നതെല്ലാം വരുന്നത്. അതുകൊണ്ട് ഓരോ അപ്പനും ഓരോ അമ്മയും ഓർത്തോളണം, എത്രമാത്രം മാതൃകയോടെ, എത്രമാത്രം സത്യസന്ധതയോടെ, എത്രമാത്രം ദൈവവചന മൂല്യങ്ങളോടെ കുടുംബത്ത് മാതൃകയായി നിൽപ്പാനും തലമുറകൾക്ക് അത് പകർന്നു കൊടുക്കുവാനും കഴിയുമോ, അവിടെയുള്ള തലമുറകളാണ് ദൈവസന്നിധിയിൽ വളരെ പ്രയോജനപ്പെടാനിടയായി തീരുന്നത്. ആ മക്കളുടെ ജോലിയിലൂടെ, അവരുടെ കുടുംബജീവിതത്തിലൂടെ, അവരുടെ കഴിവിലൂടെ, അവരുടെ പ്രാപ്തിയിലൂടെ എല്ലാം അവർക്ക് പകർന്നു കിട്ടിയ ആത്മീയ മൂല്യങ്ങൾ അനേകരുമായി പങ്കുവെക്കാനായിടയായി തീരും. എല്ലാ പ്രിയപ്പെട്ടവരും അതോർത്തോളം ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇയ്യോബിന്റെ പുസ്തകത്തിലെ ആ ചിന്ത നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, എല്ലാ മാതാപിതാക്കന്മാരും തങ്ങളുടെ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? അമിതമായി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയിൽ അതിപ്രധാനമായിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, അവർ ദൈവിക ബന്ധത്തിൽ നിലനിൽക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവിക ബന്ധത്തിൽ നിലനിൽക്കുമ്പോൾ അതോടുകൂടെ ബാക്കിയുള്ളത് കൊടുക്കാൻ ദൈവം കഴിവുള്ളവനാണെന്ന്. അവർക്ക് വിദ്യാഭ്യാസം ദൈവം കൊടുത്തോളും, അവർക്ക് ജോലി ദൈവം കൊടുത്തോളും. അവരെവിടെ എത്തണമെന്ന് നാം ഉദ്ദേശിക്കുന്നതിനേക്കാളും ദൈവം അവർക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ്. ദൈവം വിശ്വസ്തനായിരിക്കുന്ന ഒരു ദൈവമാണ്. തലമുറ ദൈവിക ബന്ധത്തിൽ നിലനിൽക്കുവാൻ ആത്മാവിൽ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ സന്ദേശമാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളോട് ചോദിക്കും. അതാണ് ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അതെന്താണ്, ഇതെന്താണ്, ആ കല്ലെന്താണ്, അതെന്താണ്, ഇതെന്താണെന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ ദൈവിക വിഷയങ്ങൾ അവർക്ക് അത് പറഞ്ഞു കൊടുക്കുവാനായിട്ട് അത് കഴിയണം. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വചന ശുശ്രൂഷ അത് അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം. നമ്മള് വിശുദ്ധ ബൈബിളില് മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, പുതിയ നിയമത്തിൽ ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് വചന വിചിന്തനം അത് അവസാനിപ്പിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 7:11. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ, ദൈവത്തിന്റെ ആത്മാവോടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്, മക്കൾക്ക് എന്ത് കൊടുക്കണം? നല്ല ദാനങ്ങൾ കൊടുക്കണം. നല്ല ദാനങ്ങൾ കൊടുക്കണം. അവരെ ശപിക്കരുത്, അവരെ പ്രാവരുത്. ദേഷ്യം വരുമ്പോൾ കണ്ണി കാണുന്നത് കൊണ്ട് അടിച്ച് ഓടിക്കരുത്, ആക്രോശിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ശാപവാക്കുകൾ പറയരുത്, നിന്ദിക്കരുത്, മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്തിക്കെട്ടരുത്. നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, മണ്ണനാ മണ്ടിയ, മണ്ണനാ മണ്ടിയ, പൊട്ടനാ പൊട്ടിയ എന്ന് പറഞ്ഞ 1000 പ്രാവശ്യം പറയുമ്പോൾ അത് തന്നെയേ വരുന്നത്. ശാപവാക്കുകൾ പറയരുത്. ഒരുപക്ഷെ നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് വേണ്ടതുപോലെ കയറി വരുന്നില്ല എങ്കിലും നമ്മുടെ ധർമ്മസങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ആത്മാവിധവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പാനായിട്ടായി തീരണം. പറഞ്ഞ മനസ്സിലായി. ഹാരി ഒന്നിനും കൊള്ളില്ല, അവിടെ ഒന്നിനും കൊള്ളത്തില്ല. നാട്ടുകാരിൽ 10 പേരോട് കുറ്റം പറഞ്ഞു, വീട്ടുകാരിൽ 10 പേരോട് കുറ്റം പറഞ്ഞു, അയൽവാസികളോട് 10 പേരോട് കുറ്റം പറഞ്ഞു. എല്ലാ ദൈവമക്കളും എപ്പോഴും ഓർത്തോളം, നമ്മുടെ കുടുംബത്തിന്റെ ഏതെങ്കിലും ബലഹീനതയുണ്ടെങ്കിൽ അത് ഒരിക്കലും പുറത്തു പോകരുത്. നമ്മുടെ കുടുംബത്തിലേക്ക് മധ്യസ്ഥനായി കഴിവുള്ളിടത്തോളം കാലം മറ്റൊരുത്തനെ പ്രവേശിപ്പിക്കരുത്. ഒരു പാസ്റ്ററെ മധ്യസ്ഥനാക്കരുത്, ഒരു സഭക്കാരെ മധ്യസ്ഥരാക്കരുത്, ഒരു നാട്ടുകാരെ മധ്യസ്ഥരാക്കരുത്. ദൈവം തന്നിരിക്കുന്ന കഴിവിലും പക്വതയിലും ജ്ഞാനത്തിലും അത് പരിഹരിച്ചു പോകാൻ നമുക്ക് പ്രാപ്തിയുണ്ടാകണം. മറ്റൊരാളെ നമ്മുടെ വീട്ടിൽ മധ്യസ്ഥരായിട്ട് കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. പറഞ്ഞ മനസ്സിലായോ? 1000 കൂട്ടം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് നമ്മിൽ നിന്ന് പുറത്തു പോകരുത്. എവിടെയാ പ്രശ്നമില്ലാതുള്ളത്? എവിടെയാ ബലഹീനതയില്ലാതുള്ളത്? ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ പ്രതിസന്ധികളും ദൈവസന്നിധിയിൽ ഒതുക്കി പ്രാർത്ഥിച്ച് ആത്മാവിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയണം. ചില ആളുകൾ ഒരു പണിയില്ലാതെ വീടുകളിലെ ബലഹീനതകൾ അറിയാൻ വേണ്ടി ഇങ്ങനെ മെനക്കെട്ട് നടക്കുന്നവരുണ്ട്. ദൈവത്തെ ഓർത്താരും പറയരുത്. ദൈവത്തെ ബ്രദർ
കൃപയാൽ ഞങ്ങൾ സന്തോഷമായിരിക്കുന്നു. സിസ്റ്റർ, കൃപയാൽ ഞങ്ങൾ സന്തോഷമായിരിക്കുന്നു. എന്റെ മോനും കുടുംബവും സന്തോഷമായിരിക്കുന്നു. എന്റെ മോളും കുടുംബവും സന്തോഷമായിരിക്കുന്നു. ഒരുപക്ഷെ ആ മകനുമായി ബന്ധപ്പെട്ടോ, ആ മകളുമായി ബന്ധപ്പെട്ടോ, ആ സഹോദരനുമായി ബന്ധപ്പെട്ടോ, ഭർത്താവുമായി ബന്ധപ്പെട്ടോ, ഭാര്യയുമായി ബന്ധപ്പെട്ടോ ഉള്ളു വലിഞ്ഞു മുറുകുന്ന കത്തി കുത്തി ഇറക്കുന്നത് കൊണ്ട് വേദനകൾ കാണുമായിരിക്കാം. ചിരിച്ചും കൊണ്ട് സന്തോഷത്തോടെ പറയണ, കൃപയാൽ ഞങ്ങൾ സന്തോഷമായിരിക്കുന്നു. ഒരു മധ്യസ്ഥനും നമ്മുടെ വീട്ടിലേക്ക് വരരുത്. പാസ്റ്റേഴ്സ് ഉൾപ്പെടെ, അച്ഛന്മാർ ഉൾപ്പെടെ. അതിന്റെ കാരണം ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന പ്രാപ്തിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയണം. ദൈവത്തിന്റെ സ്തോത്രം. അത് പ്രധാനമായിരിക്കുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി നമ്മെ സഹായിക്കുമാറാകട്ടെ. സഭ തെരഞ്ഞെടുത്തത് സത്യത്തിൽ ആത്മാവിനെ ദൈവത്തെ ആരാധിക്കാനായിട്ടാണ്. എല്ലാ പ്രശ്നവും പരിഹരിക്കുന്ന ഇടമല്ല ഈ സഭ എന്ന് പറയുന്നത്. എല്ലാവരും ഓർത്തോളണം. അതിന്റെ കാരണം സത്യത്തിൽ ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മിൽ തന്നെ പരിഹാരമുണ്ട്. ഇല്ലേ? നമ്മിൽ തന്നെ പരിഹാരമുണ്ട്. ഇതിങ്ങനെ അമ്പലത്തിലെ ചെണ്ടാ പോലെ പൊട്ടിച്ച് കൂട്ടി നാട്ടുകാരെ തിങ്കളാഴ്ച ഒന്ന് അറിയിച്ചു, ചൊവ്വാഴ്ച ഒന്ന് അറിയിച്ചു, തിങ്കളാഴ്ച വരുന്ന അവിടെ നിന്ന് വന്നു, ചൊവ്വാഴ്ച വേറെ വരുന്ന അവിടെ നിന്ന് വന്നു. പരിഹാരമായിട്ട് ഇങ്ങനെ പൊതുജനത്തിന്റെ മധ്യത്തിൽ നമ്മുടെ കുടുംബമോ നമ്മുടെ തലമുറയോ ഒരിക്കലും അപഹാസ്യരാകാനിടയായി തീരരുത്. ഈ ശുശ്രൂഷയിൽ ഞാൻ ദൈവമക്കളോട് പറയുകയാണ്, വളരെ കാര്യഗൗരവത്തോടു കൂടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയണം. ദൈവത്തിന് സ്തോത്രം. തലമുറയ്ക്ക് എന്ത് കൊടുക്കണം? നല്ല ദാനങ്ങൾ കൊടുക്കണം. ലക്ഷ്യബോധത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ന്യൂനതകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവർ ദൈവിക ബന്ധത്തിൽ അവരെ നിലനിർത്തുവാനായിട്ട് ഇടയായി തീരണം. അതിന് സർവശക്തനായിരിക്കുന്ന കർത്താവ് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സംഗതിയാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ്. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ നമ്മളൊരു സമർപ്പണ ഗീതം പാടും. സമർപ്പണ ഗീതം പാടുന്ന സന്ദർഭത്തിൽ ജോൺസൺ ഉടനെ പ്രിയ പൈതലുമായിട്ട് മുമ്പോട്ട് വരികയാണ്. മാതാപിതാക്കന്മാര് കൂടെ വരുവാണെങ്കിൽ ഒരുമിച്ച് വന്ന് സലാം പാടത്തെ പിന്നീട് പിതാവ് മാതാവ് എല്ലാവരും വരുവാണെങ്കിൽ സന്തോഷകരമായിരിക്കുന്ന ഒരവസ്ഥയാണല്ലോ. മുമ്പോട്ട് വന്ന് നിരന്ന് നിൽക്കുക. ഒരു സമർപ്പണ ഗീതം പാടാം. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്യുന്നു സ്നേഹമോടെ ഞാൻ. സർവ്വവും യേശുനാഥനായി സമർപ്പണം ചെയ്യുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ ബുദ്ധിയോ ഭയപ്പെട്ടവന്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെ ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെ നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ. നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ചൊല്ലേണ്ടത് എന്തെന്നാൽ, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം വെക്കണം.
ഞാൻ അവരെ അനുഗ്രഹിക്കും. ഇതിനു വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും ചേർന്ന് സ്തോത്രം ചെയ്താണ്. സ്തോത്രം 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 സ്തോത്രം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, തിരുനാമത്തിനാണ് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഗ്രഹിക്കപ്പെട്ട വിശുദ്ധാരാധന യോഗത്തെ തുടർന്ന് ഈ പ്രിയ കുഞ്ഞിന്റെ സമർപ്പണ പ്രാർത്ഥന ശുശ്രൂഷയായി ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവമടിയാക്കി കൃപകൾക്കായി സ്തോത്രം. പിതാവേ, പ്രിയ ജോൺസണും എനിക്കും പ്രിയ കുഞ്ഞിനെ ദാനമായിട്ട് ദൈവം നൽകി. ഇവിടെ ജനനം മുതൽ ഇന്നയോളം ദൈവം സൂക്ഷിച്ചതിനാൽ നന്ദിയോട് സ്തോത്രം. ഈ സമയം വരെ ദൈവകൃപയിലും ജ്ഞാനത്തിലും വളർത്തപ്പെടുവാൻ ദൈവം ഇടയാക്കിയതിനാൽ സ്തോത്രം. കർത്താവേ, സമർപ്പണ പ്രാർത്ഥന ശുശ്രൂഷയിൽ ഈ പ്രിയ മകളെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായിട്ട് നൽകിയ ഈ പ്രിയ പൈതൽ ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും ദൈവം നൽകണമേ. ആരോഗ്യത്തോടെ, ബലത്തോടെ, ദൈവകൃപയോടെ, ബുദ്ധിയോടെ, ജ്ഞാനത്തോടെ ഇവൾ വളർന്ന് ദൈവനാമത്തിന് മഹത്വമായി തീരുവാൻ സഹായിക്കണമേ. മാതാപിതാക്കന്മാർക്ക് ആശ്വാസമായി തീരുവാൻ, ഭവനത്തിന് ആശ്വാസമായി തീരുവാൻ, കർത്താവേ, ദൈവസഭയ്ക്ക് ആശ്വാസമായി തീരുവാൻ, സമൂഹത്തിന് ആശ്വാസമായി തീരുവാൻ, കുടുംബാംഗങ്ങൾക്ക് ആശ്വാസമായി തീരുവാൻ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യഹോവയുടെ കുടുംബത്തിന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ നന്മകളും എല്ലാ കൃപകളും പ്രത്യേക തലമുറകൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ നന്മകളാലും ദൈവം നിറയ്ക്കണമേ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തില് ഈ പ്രിയ മോളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ ധന്യമേറിയ നാമത്തിൽ തന്നെ. ജ്ഞാനത്തിൽ പൈതലിനെ വളർത്തി വരുവാൻ ആവശ്യമായ കൃപകൾ ദൈവം ധാരാളമായി നൽകുമാറാണ്. കൊച്ചിന്റെ പേര് പറയാൻ പോവാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ യെസ്ലിൻ ഷോൺ എന്ന ഈ പ്രിയ പൈതൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഈ കുടുംബത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങളുടെ തിരുനാമത്തിനാണ് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സമർപ്പണ പ്രാർത്ഥനയുടെ പ്രാരംഭ സമീപത്തിൽ ഞങ്ങളുടെ തിരു സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം. ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചതിനാണ് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പ്രിയ പൈതലിനെ വീണ്ടും തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളാലും ദൈവം നിറയ്ക്കണമേ. ജോൺസനെ സഹായിക്കണമേ, ബലമുള്ള കരത്തിൽ ദൈവം സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റിനിയെ സഹായിക്കണമേ, ബലമുള്ള കരത്തിൽ ദൈവം സൂക്ഷിക്കണമേ. അവരുടെ കുടുംബ ജീവിതം ദൈവനാമത്തിന്റെ മഹത്വമായി വീണ്ടും മുന്നോട്ട് പോകുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഇരുഭാഗത്തെ മാതാപിതാക്കന്മാരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. സഹോദരങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, അവരുടെ പ്രാർത്ഥന കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ഇത്രത്തോളം ഒന്നുചേരുവാൻ ദൈവം സഹായിച്ചതിനാണ് നന്ദിയോടെ സ്തോത്രം. സഭപ്രദനായി സ്തോത്രം, ശനിശക്കായി സ്തോത്രം. എന്നോട് ഒപ്പയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഉമ്മിക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിച്ച് പിതൃപുത്ര പരിശുദ്ധാത്മാവാം പ്രിയേക ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങൾ സഭയായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശുക്രിസ്തുവിൻ ധന്യമേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കണം. സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹത്തോടെ അനുഗ്രഹത്തോടെ
കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ പരിപാലിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സഹവാസം കൂട്ടായ്മയും കാവും ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും ഇവിടെയുള്ള ദൈവസഭയുടെ മേലും വിശേഷ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഈ പ്രിയ പൈതലിന്റെ മേലും കുടുംബാംഗങ്ങളുടെ മേലും കർത്താവിന്റെ മടങ്ങി വരുവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം നമ്മെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദിയോടെ മഹത്വം അർപ്പിക്കാം. ഹല്ലേലൂയ.